ഹായ് ഓൾ, വെൽക്കം ടു സൈലന്റ് ടെക്നിക്കൽ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ കഴിഞ്ഞ ആ ഒരു സൈക്കിളിൽ LSTD AE അതുപോലെ PWD ഇറിഗേഷൻ AE എക്സാംസ്, അപ്പൊ ആ രണ്ട് എക്സാംസിന്റെ അകത്ത് ചോദിച്ചിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ അകത്തുള്ള ഒരു 10-15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവണം ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ്റെ അകത്ത് നിന്ന് വരാൻ സാധ്യത ഉള്ളത്. അതായത് ഹൈവേ, അതുപോലെ റെയിൽവേ, അതുപോലെ എന്താണ് എയർപോർട്ട്, അതുപോലെ അർബൻ പ്ലാനിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് അല്ലേ. അപ്പൊ അതിൻ്റെ അകത്ത് നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ എന്താണ് നമ്മുടെ ഹൈവേ എഞ്ചിനീയറിംഗിന്റെ അകത്താണ് നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു സിംഹഭാഗം അല്ലെ. സോ ആ ഒരു മേജർ ഒരു 6 മാർക്ക് അല്ലെങ്കിൽ മേ ബി ഒരു 7 മാർക്കിനോ ക്വസ്റ്റ്യൻ പൊതുവെ വരുന്നത് ഹൈവേ എഞ്ചിനീയറിംഗിന്റെ അകത്താണ്. അതുപോലെ ആ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തും ഞാൻ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ള ആ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തും നമുക്ക് റെയിൽവേന്റെ അകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യനും അതുപോലെ 2 ക്വസ്റ്റ്യനും ഒക്കെ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അതിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എയർപോർട്ടിന്റെ അകത്ത് നിന്ന് പൊതുവെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാക്സിമം ചോദിക്കാറ്. അതുപോലെ അർബൻ പ്ലാനിങ്ങിന്റെ അകത്ത് നിന്ന് നമുക്ക് LSTD എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് പൊതുവെ നമ്മുടെ ആ ഒരു ടോപ്പിക്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആണല്ലോ, അതായത് ഹൈവേന്റെ അകത്താണ് നമുക്ക് മേജർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ടോപ്പിക്സ് ഒക്കെ നല്ലോണം പഠിച്ചു വെക്കാം. അതില് മെയിൻലി നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള, നമുക്ക് തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല. ആ ഇക്വേഷൻസ്, സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ നമ്മുടെ കുറച്ച് കൺസെപ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ് അല്ലെ. അതുപോലെ തന്നെ റെയിൽവേ ആയാലും അതുപോലെ നമ്മുടെ എയർപോർട്ട് ആയാലും സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് പഠിച്ചാൽ സിമ്പിളായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം, ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ അകത്തു നിന്നുള്ള 10-ൽ 10 മാർക്കും സ്കോർ ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യമായിട്ട് നിങ്ങൾ പഠിക്കുക. സോ ആദ്യം നമുക്ക് ആ ഒരു ഐഡിയ, ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യം ഞാൻ LSTD AEന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു മിക്സ് നമ്മുടെ PWD ഇറിഗേഷന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ കൂട്ടത്തിൽ വരുന്നതായിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രാൻസിഷൻ കർവ്സിനെ പറ്റിയിട്ടാണ്. ട്രാൻസിഷൻ കർവ്സ് ആർ പ്രൊവൈഡഡ് ഇൻ ഹൈവേസ് ടു, എന്തിനാണ് നമ്മൾ ആ ഒരു ട്രാൻസിഷൻ കർവ് കൊടുക്കുന്നത് അല്ലെ. ഇൻട്രൊഡ്യൂസ് സൂപ്പർ എലിവേഷൻ ഗ്രാജുവലി, ഇൻട്രൊഡ്യൂസ് എക്സ്ട്രാ വൈഡനിങ് ഗ്രാജുവലി, ഇംപ്രൂവ് ഡിസൈൻ സ്പീഡ് ഓൺ ഹൊറിസോണ്ടൽ കർവ്സ്, ഓൾ ഓഫ് ദി അബവ് അല്ലെ. ഇതിൽ 4 ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്. സോ നമുക്ക് അറിയുന്ന കാര്യമാണ് ട്രാൻസിഷൻ കർവ് അല്ലെ. അതായത് ട്രാൻസിഷൻ, ആ പേരിന്റെ അകത്ത് തന്നെ എന്തോ ഒരു ട്രാൻസിഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. അതായത് ഒരു സ്ട്രെയിറ്റ് കർവിൽ നിന്ന് നമ്മൾ ഒരു സർക്കുലാർ കർവ് അല്ലെ, ഒരു ഹൊറിസോണ്ടൽ കർവിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഒരു സർക്കുലാർ കർവിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഒക്കെ ഒരു ഇമ്പാക്ട് അവിടെ വരുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് ഗ്രാജുവലി ഒറ്റയടിക്ക് കൊണ്ടുവന്നാൽ അത് അല്ലെ ആ വെഹിക്കിളിനെ തള്ളി പുറത്തോട്ടേക്ക് നീക്കുന്ന രീതിയിലുള്ള ഫോഴ്സ് ഒക്കെ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളോട് സൂപ്പർ എലിവേഷൻ കൊടുക്കണം. അങ്ങനെ പല പല സംഭവങ്ങൾ നമ്മളൊരു കർവിന്റെ കേസിൽ പഠിക്കുന്നുണ്ട് അല്ലെ. സോ അപ്പൊ ആ ഒരു ഗ്രാജുവൽ ആയിട്ട് ആ ഒരു സ്ട്രെയിറ്റ് കർവിൽ നിന്ന് ആ ഒരു സർക്കുലർ കർവിലേക്ക് പോകുമ്പോൾ നമ്മൾ ഗ്രാജുവൽ ആയിട്ട് വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ട്രാൻസിഷൻ കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു കർവാണ് നമ്മൾ പറയുന്ന ട്രാൻസിഷൻ കർവ് അല്ലെ. സോ ആ ഒരു ഈ രണ്ടിന്റെ ഇടയിൽ കൊടുക്കുന്ന ആ ഒരു നമ്മൾ പറയുന്ന ആ ഒരു സ്ട്രെയിറ്റ് സെക്ഷനും അതുപോലെ ആ ഒരു സർക്കുലാർ കർവ് അല്ലെ, ആ ഒരു സർക്കുലാർ കർവിന്റെയും ഇടയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പാത്താണ് അല്ലെ. ആ ഒരു ട്രാൻസിഷന് വേണ്ടി കൊടുക്കുന്ന ആ ഒരു കണക്ഷൻ ആണ് നമ്മൾ പറയുന്ന ഈ ഒരു ട്രാൻസിഷൻ കർവ്. ഇനി ആ ട്രാൻസിഷൻ കർവിന്റെ നമ്മൾ ആ ഒരു ട്രാൻസിഷൻ കർവാണ് ഈ കാണിച്ചല്ലേ. സോ ഈ ഒരു ഭാഗമാണ് നമ്മുടെ ട്രാൻസിഷൻ കർവ്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ നടക്കുന്ന കാര്യം. അപ്പൊ ആദ്യം തന്നെ സ്ട്രെയിറ്റ് സെക്ഷന്റെ കേസ് നമുക്കറിയാം നമുക്ക് അവിടെ റേഡിയസ് അല്ലെ. സോ റേഡിയസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിന്റെ റേഡിയസ് നമ്മൾ ഇൻഫിനിറ്റി ആയിട്ടാണ് പറയുന്നത് അല്ലെ. സോ ഇൻഫിനിറ്റി ആണ്. അതേ സമയത്താണ് സർക്കുലാർ കർവിന് അതിൻ്റെതായിട്ടുള്ള ഒരു റേഡിയസ് R അതവിടെ ഉണ്ട് അല്ലെ. സോ നമ്മൾ ഫസ്റ്റ് പറയുന്ന കാര്യം എന്തായിരുന്നു, ആ ഒരു ഇൻഫിനിറ്റി എന്ന് പറയുന്ന റേഡിയസിൽ നിന്ന് നമ്മുടെ ആ കൊടുക്കേണ്ട ആ ഒരു അല്ലെ സർക്കുലാർ കർവിന്റെ ആ ഒരു റേഡിയസിലേക്കുള്ള ട്രാൻസിഷൻ അല്ലെ. ബ്രിങ് ദ റേഡിയസ് ഫ്രം ഇൻഫിനിറ്റി ടു റേഡിയസ് R ഓഫ് ദ സർക്കുലർ കർവ്, അതാണ് നമ്മൾ ഫസ്റ്റ് പറയാറ്. അപ്പൊ അത് ആ ഒരു ക്വസ്റ്റനിൽ നമ്മൾ കണ്ടിട്ടില്ല. നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് സൂപ്പർ എലിവേഷൻ ഗ്രാജുവലി. അപ്പൊ സ്ട്രെയിറ്റ് സെക്ഷന്റെ കേസ് നമുക്ക് സൂപ്പർ എലിവേഷന്റെ ആവശ്യമില്ല, ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒന്നും അവിടെ ആക്ട് ചെയ്യുന്നില്ല. അതേസമയം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മളെ സർക്കുലാർ കർവിൽ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. സോ അതുകൊണ്ട് നമ്മളവിടെ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്ട്രെയിറ്റ് കർവിൽ സൂപ്പർ എലിവേഷൻ ഇല്ല, അതേ സമയത്ത് സർക്കുലാർ കർവിൽ അവിടെ ഒരു സൂപ്പർ എലിവേഷൻ ഉണ്ട് അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ 0 സൂപ്പർ എലിവേഷനിൽ നിന്ന് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഒരു E എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലെ. സോ ആ ഒരു വാല്യൂയിലേക്ക് ഗ്രാജുവലി നമ്മുടെ സൂപ്പർ എലിവേഷൻ കൂട്ടി കൊണ്ടുവന്നല്ലേ. ഒറ്റയടിക്ക് നമുക്ക് സൂപ്പർ എലിവേഷന്റെ ഹൈറ്റ് കൊടുത്ത ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാവും അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു 0 ടു ആ ഒരു സൂപ്പർ എലിവേഷൻ വാല്യൂക്ക് നമ്മൾ ഗ്രാജുവലി
എന്താണ് ആ ഒരു എന്താണ് സൂപ്പർ എലിവേഷൻ ഗ്രാജുവലി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നമ്മൾ ട്രാൻസിഷൻ കർവിന്റെ ഒരു പർപ്പസ്. അതുപോലെ എന്താണ് എക്സ്ട്രാ വൈഡനിങ് ഉണ്ട് അല്ലെ, ആ ഒരു സർക്കുലാർ കർവിൽ നമ്മൾ ഹൊറിസോണ്ടൽ കർവിൽ പഠിക്കുന്നുണ്ട് എന്താണ് സൈക്കോളജിക്കൽ വൈഡനിങ്ങും മെക്കാനിക്കൽ വൈഡനിങ്ങും ഓഫ് ട്രാക്കിംഗ് കാരണവും അതുപോലെ എന്താണ് ആ ഡ്രൈവേഴ്സിന്റെ ഒരു ടെൻഡൻസി ആണ് അല്ലെ, ആ ഒരു സൈക്കോളജിക്കൽ അല്ലെ, അതായത് അയാൾ കുറച്ചും കൂടി ദൂരത്തോട്ട് മാറിയിട്ടാണ് ആ ഒരു കർവ് ക്യാരക്ടർ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് അവിടെ എന്താണ് നമ്മൾ ആ ഒരു വൈഡനിങ് കൊടുക്കണം എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് എഗെയിൻ എന്താണ് സ്ട്രെയിറ്റ് സെക്ഷനിൽ നമ്മുടെ വിഡ്ത്ത് ഓഫ് ദ റോഡ് W ആണ്. അതുപോലെ എന്താണ് സർക്കുലാർ കർവിന്റെ നമ്മൾ പറഞ്ഞു W പ്ലസ് ആ ഒരു എക്സ്ട്രാ വൈഡനിങ് അല്ലെ. സോ അതുകൊണ്ട് ഈ WE എന്ന് പറയുന്ന എക്സ്ട്രാ വൈഡനിങ് നമ്മൾ എന്താണ് ഗ്രാജുവലി ആണ് എന്താണ് 0 to എന്താണ് ഗ്രാജുവലി നമ്മൾ അല്ലെ ആ ഒരു WE എന്ന് പറയുന്ന ആ വാല്യൂ അല്ലെ W/2 എന്ന് പറയുന്ന രണ്ട് സൈഡിൽ നമ്മൾ മെല്ലെ മെല്ലെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു എക്സ്ട്രാ വൈഡനിങ് അതിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. സോ അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടും കൂടിയാണ് എന്താണ് നമ്മൾ A കറക്റ്റ് ആണ്, അതുപോലെ B കറക്റ്റ് ആണ്. അതുപോലെ എന്താണ് ഇംപ്രൂവ് ദ ഡിസൈൻ സ്പീഡ് ഓൺ ഹൊറിസോണ്ടൽ കർവ്സ്, ആ ഒരു ഗ്രാജുവൽ ആയിട്ട് എന്താണ് ആ ഒരു കംഫർട്ട് കണ്ടീഷൻ ഓഫ് കേസ് അല്ലെ IRC പറയുന്ന ആ ഒരു കംഫർട്ട് കണ്ടീഷൻ ഓഫ് കേസിന്റെ ഭാഗമായിട്ട് അല്ലെ ആ ഒരു എന്താണ് ഡിസൈൻ സ്പീഡും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്താണ് ഈ പറയുന്ന ട്രാൻസിഷൻ കർവ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് നമുക്ക് ഇവിടെ എന്താണ് എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആയതുകൊണ്ട് ഓൾ ഓഫ് ദി അബവ് ആണ് നമ്മുടെ ആ ഒരു കറക്റ്റ് ആൻസർ. സോ ട്രാൻസിഷൻ കർവിന്റെ ഫംഗ്ഷൻസ് ഓർത്ത് വെക്കുക എന്താണ് ആ ഒരു റേഡിയസ് ഇൻഫിനിറ്റിയിൽ നിന്ന് ആറിലേക്ക് കൊണ്ടുവരാൻ, അതുപോലെ എന്താണ് ഗ്രാജുവലി സൂപ്പർ എലിവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അതുപോലെ ഗ്രാജുവലി എക്സ്ട്രാ വൈഡനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെ, അതുപോലെ ആ ഒരു കംഫർട്ട് കണ്ടീഷൻ അല്ലെ ആ ഒരു കണ്ടീഷൻസിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് ആ ട്രാൻസിഷൻ കർവ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1 അല്ലെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോവാം. നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയ ആ ഒരു എക്സ്ട്രാ വൈഡനിങ്ങിന്റെ കേസ്. സോ ഇവിടെ എന്താണ് റോഡ് ഹാസ് എ വിഡ്ത്ത് ഓഫ് 7 meters അല്ലെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. Road has a width of 7 meters on horizontal curve of radius 200 meters. So അവിടെ എന്താണ് ഒരു ഹൊറിസോണ്ടൽ കർവ് അവിടെ ഉണ്ട് അല്ലെ. സോ ഒരു ഹൊറിസോണ്ടൽ കർവ് അവിടെ ഉണ്ട്, അതിന്റെ എന്താണ് റേഡിയസ്. സോ അതിന്റെ റേഡിയസ് എന്താണ്, അതിന്റെ റേഡിയസ് ഒരു എന്താണ് 200 meter ആണ് റേഡിയസ്. അതുപോലെ വിഡ്ത്ത് എന്താണ്, വിഡ്ത്ത് തന്നിട്ടുള്ളത് 7 meters ആണ് അല്ലെ. ഇനി അവിടെ എന്താണ് മെക്കാനിക്കൽ എക്സ്ട്രാ വൈഡനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് എക്സ്ട്രാ വൈഡനിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് എന്താണ് നമ്മൾ പറയുന്നത് ആ വീല് അല്ലെ, ആ ഓഫ് ട്രാക്കിംഗ് ആണ്. ഫ്രണ്ട് വീലും റിയർ വീൽസും തമ്മിൽ എന്താണ് ട്രാക്ക് ചെയ്യുന്ന പാത്ത് ഡിഫറെന്റ് ആണ്. റിയർ വീൽസ് കുറച്ചും കൂടി പുറത്തോട്ടേക്ക് അല്ലെ, ആ ഓഫ് ട്രാക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്. അതൊന്നും ഞാൻ അല്ലെ ആ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ ആ ഒരു ബേസിക് ഐഡിയ നമുക്കുണ്ട് അല്ലെ. സോ ആ ഒരു ഫ്രണ്ട് വീലും ബാക്ക് വീലും നമ്മൾ സെയിം പാത്ത് അല്ല ഫോളോ ചെയ്യുക, ബാക്ക് വീൽ ഒന്നും കൂടി പുറത്തോട്ടേക്ക്. ആ ഓഫ് ട്രാക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്താണ് അവിടെ ആ ഒരു മെക്കാനിക്കൽ വൈഡനിങ് കൊടുക്കുന്നത് അല്ലെ. സോ അതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്താണ് W മെക്കാനിക്കൽ ഈസ് ഈക്വൽ ടു അല്ലെ N/L² ആണ്. ഇനി ഇവിടെ നമുക്ക് N അറിയണം, L അറിയണം, R അറിയണം അല്ലെ. അപ്പൊ ഏതൊക്കെ തന്നിട്ടുണ്ട്? ലോങ്സ്റ്റ് വീൽ ബേസ് L എന്താണ്, L ഈസ് ദ ലെങ്ത് ഓഫ് വീൽ ബേസ് അല്ലെ. ലെങ്ത് ഓഫ് വീൽ ബേസ് ആണ്, വീൽ ബേസ് ആണ്. അത് ക്വസ്റ്റനിൽ 6 meter തന്നിട്ടുണ്ട്. ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ യൂഷ്വലി എടുക്കുന്ന വാല്യൂ IRC റെപ്രസെന്റ് ചെയ്യുന്നത് 6.1. അതുകൊണ്ട് നമ്മളല്ലേ ആ യൂഷ്വലി ആ ഒരു കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നത് 6 meters അല്ലെ. സോ ആ 6 meters എന്ന വാല്യൂ ആണ് നമ്മൾ യൂഷ്വലി എടുക്കാറ്. അതുകൊണ്ട് ഡയറക്റ്റ്ലി ക്വസ്റ്റനിൽ 6 meter തന്നിട്ടുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് നമുക്ക് എന്താ കാര്യം എന്താണ് റേഡിയസ് തന്നിട്ടുണ്ട് അല്ലെ. റേഡിയസ് തന്നിട്ടുണ്ട് എന്താണ് 200 meters ആണുള്ള റേഡിയസ് തന്നിട്ടുണ്ട്. അതുപോലെ എന്നിന്റെ വാല്യൂ നമുക്ക് ഡയറക്ട്ലി തന്നിട്ടില്ല. അതായത് എന്താണ് N നമ്പർ ഓഫ് ലെയിൻസ് ആണ് അല്ലെ. സോ N നമ്പർ ഓഫ് ലെയിൻസ് ആണ്. ഇവിടെ എന്താണ് വിഡ്ത്ത് ഓഫ് ദ റോഡ് എന്താണ് 7 meter എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ഐഡിയോളജി എന്താന്ന് പറഞ്ഞാൽ അല്ലെ എന്താണ് നമ്മൾ ഒരു റോഡിന്റെ വിഡ്ത്ത് അല്ലെ കാരേജ് വിഡ്ത്ത് ഡിറ്റർമിൻ ചെയ്യുമ്പം എന്താണ് ആ ഒരു എന്താണ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു N into 3.5 meters ആണ് യൂസ് ചെയ്യുക അല്ലെ. അതായത് നമ്പർ എന്താണ് ആ ഒരു നമ്പർ ഓഫ് ലൈൻസ് ആ ഒരു മൾട്ടി ലൈൻസ് ആകുന്ന കേസിൽ അല്ലെ. സോ N into 3.5. സോ ഈ കേസിൽ 7 meters ആണ് ടോട്ടൽ വിഡ്ത്ത്. സോ അതുകൊണ്ട് എന്താണ് അത് യൂഷ്വലി ഒരു 2 lane റോഡ് ആയിരിക്കും അല്ലെ. 2 into 3.5 7 ആണ്. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് എന്നിന്റെ വാല്യൂ അവിടെ എന്താണ് 2 lanes നമുക്ക് അവിടുന്ന് ഇൻഡയറക്ട്ലി നമുക്ക് ആ ഒരു ക്വസ്റ്റനിൽ മെൻഷൻഡ് ആണ് അല്ലെ. ആ 7 meter വിഡ്ത്ത് വരുന്നത് 2 lane റോഡാണ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. സോ അതുകൊണ്ട് എന്നിന്റെ വാല്യൂ എന്താണ് നമ്മൾ അവിടെ 2 ആയി കണ്ടു. ഇനി എന്താണ് WM ന്റെ വാല്യൂ ഡയറക്റ്റ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. N എത്രയാണ് 2 ആണ്, L എത്രയാണ് 6² ആണ്, ഡിവൈഡഡ് ബൈ എന്താണ് 2 into റേഡിയസ് 200 അല്ലെ. സോ 2 ക്യാൻസൽ ആയി പോയി 6² 36/200 വരും, 18/100 വരും, 0.18 അല്ലെ. 0.18 ആണ് നമ്മൾ പറയുന്നതാണ് 0.18 meters ആണ് നമ്മൾ ഇവിടെ പറയുന്ന ആ ഒരു എന്താണ് മെക്കാനിക്കൽ വൈഡനിങ്.
സോ യൂഷ്വലി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് എന്താണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ടോട്ടൽ എക്സ്ട്രാ വേണമെങ്കിൽ ചോദിച്ചാൽ അത് കുറച്ചും കൂടി കാൽക്കുലേഷൻ ലെങ്തി ആയി പോകും. അതുകൊണ്ട് അത് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ആയി മാറില്ല, ചിലപ്പോൾ അത് കുറച്ചും കൂടി വലുതായി പോകും അല്ലെ. അതുകൊണ്ട് യൂഷ്വലി നമുക്ക് അതിന്റെ പാർട്സ് ആയിട്ട് ഇത് എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു എന്താണ് മെക്കാനിക്കൽ വൈഡിങ്, അതുപോലെ തന്നെ എന്താണ് ഒരു സൈക്കോളജിക്കൽ വൈഡിങ്, അതിൽ ഏതെങ്കിലുമൊക്കെയാണ് ക്വസ്റ്റൻസിൽ ഉണ്ടാവുക. സോ അതുകൊണ്ട് അതിൽ കൂടുതലും ചോദിച്ചുള്ളത് ഈ പറയുന്ന എന്താണ് ആ ഒരു മെക്കാനിക്കൽ വൈഡിങ് ആണ്. സോ അതുകൊണ്ട് ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക, ആ ഒരു ചെയ്യുന്ന ആ ഒരു പ്രോസസ് അല്ലെ. സോ ആ ഒരു ചെയ്യുന്ന പ്രോസസ് ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 പോവാം. സോ ഇവിടെ എന്താണ് വാട്ട് ഈസ് ദ ലാഗ് ഡിസ്റ്റൻസ് റിക്വയർഡ് ഇൻ മീറ്റേഴ്സ് ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ മൂവിംഗ് അറ്റ് എ ഡിസൈൻ സ്പീഡ് ഓഫ് 60 km/h ഇഫ് ദ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ ഈസ് 2.5 seconds അല്ലെ. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ലാഗ് ഡിസ്റ്റൻസ് മാത്രം കണ്ടാൽ മതി. അപ്പൊ നമുക്കറിയാം എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്നൊരു സാധനം ഉണ്ട് അല്ലെ. അതായത് ഒരു വെഹിക്കിൾ ഇങ്ങനെ പോവുകയാണ്, ഒരു വെഹിക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ. ആ വെഹിക്കിൾ എന്താണ് എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ടു. അവിടെ നമ്മൾ 2 കാര്യം പറയാറുണ്ട്. ഒബ്സ്ട്രക്ഷന്റെ ഹൈറ്റ് യൂഷ്വലി IRC പറയുന്നത് മിനിമം എന്താണ് നമ്മളൊരു 15 cm ആണ് ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ ഡ്രൈവറിന്റെ ഐ ലെവൽ ഫ്രം ഗ്രൗണ്ട് വന്നത് 1.2 meters അല്ലെ. നമ്മൾ ഒരുപാട് പ്രാവശ്യങ്ങൾ പഠിച്ചൊരു സാധനമായിരിക്കും. സോ ആ വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി എന്താണ് 1.2 meters ആണ് നമ്മൾ പറയുന്ന ആ ഒരു ഹൈറ്റ് ഓഫ് ഐ ലെവൽ ഫ്രം ഗ്രൗണ്ട്. അതാണ് ആ 2 വാല്യൂസ്. ഒബ്സ്ട്രക്ഷൻ്റെ 15 cm അല്ലെ. ഇനി എന്താണ് പറയുന്നത്, അതായത് ആ ഒബ്സ്ട്രക്ഷൻ കാണുന്നു, അത് കഴിഞ്ഞിട്ട് എന്താണ് അയാള് അല്ലെ കുറച്ചു നേരം എന്താണ് അതൊരു ഒബ്സ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ PIEV തിയറി പ്രകാരം അതൊരു ഒബ്സ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നവർ അയാൾ എന്താണ് അയാൾ ആ ഒരു സെയിം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ എന്താണ് അത് ഒബ്സ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ഒബ്സ്ട്രക്ഷനിൽ തട്ടാതെ നിൽക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. സോ ലാഗ് ഡിസ്റ്റൻസ് ഉണ്ട്, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ നമ്മൾ എന്താണ് ആ ഇക്വേഷൻസ് km/h ആണെങ്കിൽ ലാഗിന്റെ കേസിൽ 0.278 v/t പറയും. അതുപോലെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിന്റെ കേസിൽ എന്താണ് v²/254 f അല്ലെ. f ± എന്താണ് 0.01 n ഗ്രേഡിയന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ യൂഷ്വലി നമുക്ക് ഗ്രേഡിയന്റ് ക്വസ്റ്റൻ ഒന്നും തരാറില്ല. എന്താണ് ആ ഫ്രിക്ഷൻ വാല്യൂ അല്ലെ. സോ v²/254 f. സോ ആ f എന്താണ് ഫ്രിക്ഷൻ ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് അല്ലെ. ലാറ്ററൽ അല്ല, നേരിട്ട് ആ വെഹിക്കിൾ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് അവിടെ എന്താണ് അതിന് എഗെയിൻസ്റ്റ് വരുന്ന ആ ഒരു ഫ്രിക്ഷൻ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലെ. സോ v²/254 f ആണ് നമ്മൾ പറയുന്ന ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ഇനി അതാണ് നമ്മൾ പറയുന്ന സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ആ ഒരു എൻറ്റയർ കൺസെപ്റ്റ് അല്ലെ. ഇനി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ച കാര്യം എന്താണ്, ലാഗ് ഡിസ്റ്റൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലെ. സോ വാട്ട് ഈസ് എ ലാഗ് ഡിസ്റ്റൻസ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഇൻ മീറ്റേഴ്സ് അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ പറയുന്ന ലാഗ് ഡിസ്റ്റൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ എന്താണ് നമുക്ക് റിയാക്ഷൻ ടൈം ടി വാല്യൂ തന്നെ 2.5 seconds. അത് ഇനി ഇൻ കേസ് നമുക്ക് ആ വാല്യൂ തന്നിട്ടില്ലെങ്കിലും IRC റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ കേസിൽ എന്താണ് നമ്മുടെ റിയാക്ഷൻ ടൈം 2.5 seconds ആണ്. അതുപോലെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് 2 seconds ആണ് അല്ലെ. സോ അതുകൊണ്ട് ഇവിടെ 2.5 seconds എക്സാക്ട്ലി പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമുക്ക് ലാഗ് ഡിസ്റ്റൻസ് എന്താണ്, ലാഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 0.278 ഇൻറ്റു എന്താണ് വെലോസിറ്റി അല്ലെ, സ്പീഡ് ഇൻറ്റു എന്താണ് ടൈം ആണ്. സോ എന്താണ് 0.278 ഇൻറ്റു v വാല്യൂ എത്രയാണ് 60 km/h ഇൻറ്റു ടൈം ഇൻ സെക്കൻഡ്സ് എത്രയാണ് 2.5 അല്ലെ. സോ 0.278 ഇൻറ്റു 60 ഇൻറ്റു 2.5 150 വരും അല്ലെ. സോ 150 ഇൻറ്റു 0.278 എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ ഇൻറ്റു 100 ആകുമ്പോൾ 27.8 ആയി, അതിന്റെ ഒരു പകുതിയും കൂടി അല്ലെ. സോ അപ്രോക്സിമേറ്റ്ലി എന്താണ് 27.8 പ്ലസ് ഒരു 13 പോയിന്റ് സംതിങ് അല്ലെ. സോ എന്താണ് അപ്രോക്സിമേറ്റ്ലി ആ 41ന്റെ അടുത്തുള്ള ഒരു ആൻസർ കിട്ടും അല്ലെ. സോ 41.7 meters ആണ് നമുക്ക് അവിടെ എന്താണ് ആ ഒരു വാല്യൂ കിട്ടുന്നത് അല്ലെ. സോ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. എന്താണ് ആ ഒരു പോർഷൻ, അതായത് ലാഗ് നമ്മൾ എന്താണ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന ആ ലാഗിന്റെ സമയത്ത് അല്ലെ, ആ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് മുന്നേ നമ്മൾ ആ ഒരു അല്ലെ ആ ഒരു എന്താണ് ആ പ്രോസസ് ചെയ്യുന്ന അതൊരു ഒബ്സ്ട്രക്ഷൻ ആണോ വലിയ എന്നുള്ളത് നമ്മുടെ മെന്റലി നമ്മൾ പ്രോസസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ എന്താണ് ആ സെയിം സ്പീഡിൽ വന്നുകൊണ്ടിരുന്ന ആ സെയിം സ്പീഡിൽ തന്നെ മൂവ് ചെയ്ത് പോകുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ ലാഗ് ഡിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞത് അല്ലെ. സോ അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക. 41.7 meters കിട്ടി. 0.278 ഇൻറ്റു v ഇൻറ്റു ടി ആണ് നമ്മുടെ ഇക്വേഷൻ. ടി വാല്യൂ തന്നിട്ടില്ലെങ്കിൽ 2.5 seconds ഫോർ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെ. സോ അതാണ് നമ്മൾ അവിടെ ആ ഒരു സാധനം ചെയ്യുന്നത്. സോ അത് ഓർത്ത് വെക്കുക. ലാഗ് ഡിസ്റ്റൻസും ബ്രേക്കിംഗ് ഡിസ്റ്റൻസും അതുപോലെ ആ ഒരു അല്ലെ ആ ഒരു കാര്യത്തിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 പോകും. എയർപോർട്ടിനകത്തുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ. ടാക്സി വേ മാർക്കിംഗ്സ് ആർ പെയിന്റഡ് വിത്ത്. ടാക്സി വേ മാർക്കിംഗ്സ് പെയിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കളറാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതെന്താണ് യെല്ലോ കളർ ആണ് അല്ലെ. സോ യെല്ലോ കളർ ആണ്. അതുപോലെ എന്താണ് റൺവേസിന്റെ കേസ് ചോദിക്കാണ്ട് റൺവേസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് വൈറ്റ് കളർ ആണ് അല്ലെ. സോ വൈറ്റ് കളറും യെല്ലോ കളറിന്റെ കേസ് കൊടുത്ത് വെക്കുക.
അതുപോലെ അവിടെ വരുന്നത് ത്രഷോൾഡ് മാർക്കിംഗ് ഉണ്ട്, അതും വൈറ്റിലാണ്. നമ്മൾ റൺവേയിൽ വരുന്ന അതുകൊണ്ട് വൈറ്റിലാണ് മാർക്ക് ചെയ്യുക. അതുപോലെ ലൈറ്റിംഗിന്റെ കേസ് നമ്മൾ ചിലപ്പോൾ ഗ്രീൻ കളർ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂഷ്വലി ആ ഒരു എന്താണ് കളറിംഗ് ലൈറ്റിന്റെ ഒക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ മെയിൻലി ആ മാർക്കിംഗ് കളേഴ്സ് കൊടുത്ത് വെക്കുക. റൺവേസിൽ വൈറ്റ്, അതുപോലെ എന്താണ് ടാക്സി വേസിലൊക്കെ നമ്മൾ പറയുന്നതാണ് ആ ഒരു യെല്ലോ കളർ. ഏപ്രിൻസിനകത്ത് നമ്മൾ യൂഷ്വലി എന്താണ് യെല്ലോ കളേഴ്സ് ആണ് നമ്മൾ യൂഷ്വലി പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 പോവാം. വാട്ട് ഈസ് ദ ബേസിക് കപ്പാസിറ്റി? ട്രാഫിക്കിന്റെ അകത്ത് വന്നിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വാട്ട് ഈസ് ദ ബേസിക് കപ്പാസിറ്റി ഇൻ വെഹിക്കിൾസ് പെർ അവർ ഓഫ് എ ട്രാഫിക് ലെയിൻ with a design speed of 60 km/h and stopping side distance of 54 meter if the average length of vehicle is assumed to be 6 meters അല്ലെ. സോ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം ഫസ്റ്റ് നമുക്ക് ബേസിക് കപ്പാസിറ്റിന്റെ ഇക്വേഷൻ അല്ലെ, ബേസിക് കപ്പാസിറ്റിന്റെ ആ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ബേസിക് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 1000 into V/S അല്ലെ. ഇതിൽ വി എന്താണ്? വി എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് ആണല്ലേ. സോ വി ഈസ് സ്പീഡ് ഇൻ km/h. അതുപോലെ എസ് എന്താണ്? എസ് നമ്മൾ പറഞ്ഞ ഹെഡ് വേ ആണ് അല്ലെ, സ്പേസ് ഹെഡ് വേ ആണ്. എസ് ഈസ് ദ സ്പേസ് ഹെഡ് വേ അല്ലെ. ഇനി നമുക്ക് ആ സ്പേസ് ഹെഡ് വേ തന്നിട്ടുണ്ടോ ഇല്ലയോ ഉള്ളതാണ് അടുത്ത പ്രശ്നം അല്ലെ. ഇവിടെ എന്താണ് ഒരു കാര്യം, രണ്ട് കാര്യം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് 54 മീറ്റർ ആണ്. അതുപോലെ എന്താണ് അല്ലെ, ജസ്റ്റ് എന്താണ് രണ്ട് വെഹിക്കിൾസ് അല്ലെ, ഒരു വെഹിക്കിൾ എന്താണ്, ഒരു വെഹിക്കിൾ അവിടെയുള്ള ആ ഒരു ട്രാക്കിൽ ആ ഒരു പാത്തിലുള്ള അല്ലെ റോഡിലുള്ള വെഹിക്കിൾസിന്റെ ഒക്കെ തന്നെ എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു വെഹിക്കിളിന്റെ ലെങ്ത് 6 മീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യം ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഹെഡ് വേ എന്താണ്? സ്പേസ് ഹെഡ് വേ എന്ന് പറഞ്ഞാൽ രണ്ട് വെഹിക്കിൾസിന്റെ എന്താണ് ഫ്രണ്ട് ടു ഫ്രണ്ടിന്റെ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ എന്താണ് ബാക്ക് ടു ബാക്ക് അല്ലെ, റിയർ ടു റിയർ അല്ലെങ്കിൽ ഫ്രണ്ട് ടു ഫ്രണ്ട് അല്ലെ, അതാണ് നമ്മൾ ഹെഡ് വേ അറിയുന്നത് അല്ലെ. സോ ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് ഈ കാണിച്ചിരിക്കുന്ന അല്ലെ ഫ്രണ്ട് ടു ഫ്രണ്ട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു റിയർ ടു റിയർ ഡിസ്റ്റൻസ്. ഇനി അവിടെ നമുക്ക് തന്നിട്ടുള്ള രണ്ട് കാര്യം. ഫസ്റ്റ് എന്താണ്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് 54 മീറ്റർ അല്ലെ. സോ എന്താണ് അവിടെ പറയുന്നത്? അതായത് രണ്ട് വെഹിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ. എന്താണ് ഫ്രണ്ടിലുള്ള വെഹിക്കിൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് എന്തോ കാരണം കൊണ്ട് പെട്ടെന്ന് അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി അല്ലെ. അതിനുശേഷം എന്താണ് നമ്മുടെ ഈ ഒരു വെഹിക്കിളിന് അതിനെ ഹിറ്റ് ചെയ്യാണ്ട് അല്ലെ പോയിട്ട് അവിടെ എന്താണ് അതിനെ ഹിറ്റ് ചെയ്യാണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്ന 54 മീറ്റർ അല്ലെ. നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ കേസിൽ പറഞ്ഞ ഡെഫിനേഷൻ അതാണ് അല്ലെ. അതായത് മുന്നിൽ എന്തോ ഒബ്സ്ട്രക്ഷൻ, അതൊരു വെഹിക്കിൾ ആവാം അല്ലെ, വെഹിക്കിൾ അവിടെ ഫ്രണ്ടിൽ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നു, അപ്പൊ പിറകിൽ വരുന്ന വെഹിക്കിൾ അതിനെ കൊളൈഡ് ചെയ്യാണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്. അപ്പൊ അതാണ് നമ്മളോട് 54 മീറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി അത് നമ്മുടെ സ്പേസിങ് നമ്മുടെ ഹെഡ് വേ ആണോ ഒന്ന് ആലോചിച്ച് നോക്കി. അത് നമ്മുടെ ഹെഡ് വേ ആണോ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെ. നമ്മൾ പറഞ്ഞു ഹെഡ് വേ എന്താണ്? ഫ്രണ്ട് ടു ഫ്രണ്ട് അല്ലെങ്കിൽ റിയർ ടു റിയർ ആണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മൾ പറയുന്ന ഒരു റിയർ ടു ഫ്രണ്ട് ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്ന 54 മീറ്റേഴ്സ് അല്ലെ. സോ അതിനെ നമുക്ക് സ്പേസ് ഹെഡ് വേ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഒന്നിക്കൽ എന്താണ് ഈ ഡിസ്റ്റൻസ് ടു ഈ ഡിസ്റ്റൻസ് ആവണം, അല്ലെങ്കിൽ എന്താണ് ഈ ഡിസ്റ്റൻസ് ടു ഈ കാണിച്ച ഡിസ്റ്റൻസ് ആണ് അല്ലെ. സോ ഞാനത് കളർ മാറ്റി മാർക്കുക അല്ലെ. സോ ഈ ഡിസ്റ്റൻസ് ടു ഈ ഡിസ്റ്റൻസ് ആവണം, അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ഈ കാണിച്ച ഫ്രണ്ട് ടു ഫ്രണ്ട് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അത് എന്ത് ചെയ്താൽ മതി അല്ലെ, ആ 54 മീറ്റേഴ്സ് ആ വെഹിക്കിൾസ് നമ്മളുടെ സ്പേസിങ് പ്ലസ് എന്താണ് നമ്മൾ പറയുന്ന ലെങ്ത് ഓഫ് ദ വെഹിക്കിൾ അല്ലെ. സോ ലെങ്ത് ഓഫ് ദ വെഹിക്കിൾ കൂടി ആഡ് ചെയ്ത് കൊടുത്തല്ലേ. ഇവിടെ 54 എന്താണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലെ. സോ ഇവിടെ നിന്ന് ഇവിടം വരെയാണ് 54, അത് പ്ലസ് ഈ വെഹിക്കിളിന്റെ ലെങ്ത് ആയ 6 മീറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. സോ അവിടെ എന്ത് കിട്ടും? 54 + 60. സോ എസ് ഈസ് ഈക്വൽ ടു 60 അല്ലെ. 54 + 6 ആണ്. സോ എന്താണ് 60 മീറ്റേഴ്സ് കിട്ടും. സോ അതാണ് നമ്മുടെ ഹെഡ് വേന്റെ ഡിസ്റ്റൻസ് അല്ലെ. സോ ആ എസ് എന്ന് പറയുന്ന വാല്യൂ ഈ പറഞ്ഞ 60 ആണ്. ഇനി നമുക്ക് വീണ്ടും ആ ഇക്വേഷനിലേക്ക് തിരിച്ചു പോവാം. അവിടെ എന്താണ് അല്ലെ, ബേസിക് കപ്പാസിറ്റി ഈസ് 1000 into സ്പീഡ് ഈസ് 60 km/h ബൈ ഹെഡ് വേ എന്താണ് നമ്മൾ പറഞ്ഞ 60 മീറ്റേഴ്സ് തന്നെയാണല്ലേ. സോ അത് സിമ്പിൾ ആയി കാൽക്കുലേഷൻ സിമ്പിൾ ആയി ജസ്റ്റ് ആ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ മതി അല്ലെ. ആ സ്പേസ് വേ ആ സ്പേസ് ഹെഡ് വേ എങ്ങനെ കിട്ടുന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി എന്താണ്. അതുകൊണ്ട് ആൻസർ ഡയറക്ട്ലി എന്താണ് 1000 ആണ്. 1000 വെഹിക്കിൾസ് പെർ അവർ ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ആൻസർ അല്ലെ. സോ ഓപ്ഷൻ എന്താണ്? ഡി ആണ്. സോ അത് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ. നമുക്ക് യൂഷ്വലി ട്രാൻസ്പോർട്ടേഷൻ്റെ അകത്ത് ഒരു മിക്സ് ആണ്. അതായത് ഒരു എന്താണ് ഒരു ഓൾമോസ്റ്റ് ഒരു ഈക്വൽ അല്ലെങ്കിൽ ആ ഒരു അല്ലെ അതിനടുത്ത് നിൽക്കുന്ന രീതിയിൽ ന്യൂമറിക്കൽസും ഉണ്ടാവും, അതുപോലെ തിയറി ക്വസ്റ്റ്യൻസും ഉണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ആ എല്ലാ ഇക്വേഷൻസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. എന്താണ് അത്യാവശ്യം നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമുക്ക് ആ 10 മാർക്ക് ഫുള്ളായിട്ട് അവിടെ നിന്ന് പിടിച്ചെടുക്കണം അല്ലെ. സോ ആ 10 മാർക്ക് അവിടെ നിന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് നല്ലൊരു സ്റ്റാർട്ടാണ് അല്ലെ. സോ അതുകൊണ്ട് സ്റ്റാർട്ടിൽ നമുക്ക് ഒരു ടോട്ടൽ എന്താണ് ഒരു നല്ലൊരു കാര്യമാണ്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ യൂഷ്വലി ലാസ്റ്റ് പാർട്ടിലായിട്ടാണ് ഉണ്ടാവാറ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനത്തോട്ടായിട്ടാണ് ഉണ്ടാവാറ്.
അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ആദ്യം ആ ഒരു 10 മാർക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസോട് കൂടി ആ ഒരു എക്സാം എഴുതാൻ പറ്റും അല്ലെ. സോ അങ്ങനെ ആ ഒരു രീതിയിലാണ് യൂഷ്വലി മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറ്റവും ലാസ്റ്റത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ട്രാൻസ്പോർട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് പൊതുവേ ഉണ്ടാവാറ്. ഓക്കെ, സോ ഇനി എന്താണ് ഈ ക്വസ്റ്റ്യൻ CBR മെത്തേഡ് ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്, നമ്പർ 5, 6 അല്ലെ. സോ ഓക്കെ, സോ CBR മെത്തേഡ് ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ ഏതാണ് നമ്മൾ പറയുന്നത് അല്ലെ. സോ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, സ്ട്രെങ്ത് പാരാമീറ്റർ ഓഫ് സബ്ഗ്രേഡ് സോയിൽ ഉണ്ട്, ഡിസൈൻ ട്രാഫിക് ഉണ്ട്, ബോത്ത് A and B ഉണ്ട്, അതുപോലെ നൺ ഓഫ് ദി അബവ്. സോ നമുക്ക് അറിയുന്ന കാര്യമാണ് നമ്മൾ എന്താണ് CBR മെത്തേഡ് അല്ലെ. നമ്മൾ യൂഷ്വലി ആ ഒരു ചാർട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പണ്ട് കാലത്ത് ഡിസൈൻ ചെയ്ത് ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ ആക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞു അല്ലെ. സോ അവിടെ എന്താണ് നമ്മൾ CBR മെത്തേഡിന്റെ കേസിൽ നമ്മൾ എന്താണ് പറയുന്ന കേസ്, ഒന്ന് എന്താണ് CBR വാല്യൂ അല്ലെ, CBR വാല്യൂ ഓഫ് സോയിൽ നമ്മൾ എന്താണ് ആ ഒരു വാല്യൂ കണ്ടുപിടിക്കും. ആ വാല്യൂവിന്റെ ബേസിസിലാണ് അല്ലെ എത്രത്തോളം എന്താണ് നമ്പർ, എത്രത്തോളം ഡിസൈൻ വെഹിക്കിൾസ് നമ്മൾ എന്താണ് ഇപ്പൊ മില്യൺ സ്റ്റാൻഡേർഡ് ആക്സിൽസിലേക്ക് മാറ്റിയിട്ടല്ലേ, എത്ര ആക്സിൽസ് അവിടെ വരുന്നൊക്കെ നോക്കിയിട്ടാണ്. പണ്ട് ജസ്റ്റ് വെഹിക്കിൾസിന്റെ നമ്പർ മാത്രം നോക്കിയിട്ടാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിക്കുന്നതല്ലേ. ആദ്യം CVPD കമേഴ്ഷ്യൽ വെഹിക്കിൾസ് പെർ ഡേയിലൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ കറന്റ് എന്താണ് MSA അല്ലെ, മില്യൺ സ്റ്റാൻഡേർഡ് ആക്സിൽസ് എന്ന് പറയുന്ന ആ ഒരു ആക്സൽ വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ആ ഒരു ഡിസൈൻ തിക്നെസ് ഓഫ് പേയ്മെന്റ് കണക്കൂട്ടുന്നത് അല്ലെ. സോ അവിടെ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്, ഡിസൈൻ ട്രാഫിക്കും ഉണ്ട്, അതുപോലെ എന്താണ് സ്ട്രെങ്ത് പാരാമീറ്റർ. ആ CBR വാല്യൂ എന്ന് ബേസിക്കലി അല്ലെ സ്റ്റെബിലിറ്റി പാരാമീറ്റർ അല്ലെങ്കിൽ സ്ട്രെങ്ത് പാരാമീറ്റർ ഓഫ് സോയിൽ ആണ് അല്ലെ. സോ അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ട് എന്താണ് നമ്മൾ A and B ബോത്ത് A and B ആണ് നമ്മൾ പറയുന്നത് എന്താണ് ആ ഒരു ആൻസർ അല്ലെ. സോ രണ്ട് കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ആ CBR മെത്തേഡിന്റെ അകത്ത് ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെ. IRC 37 അല്ലെ, IRC 37 റീസെന്റ് 2018 ആണ് ആ ഒരു കോഡിന്റെ ആ ഒരു അല്ലെ. സോ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഈ പറയുന്ന സോയിൽ സ്ട്രെങ്ത് പാരാമീറ്റർ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്, അതായത് നമ്മൾ യൂസ് ചെയ്യണം, അതായത് നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലെ. അതുപോലെ എന്താണ് നമ്മൾ ഡിസൈൻ ട്രാഫിക്കും കൺസിഡർ ചെയ്യാറുണ്ട്. സോ അതാണ് നമ്മൾ പറയുന്ന ആ ഒരു എന്താണ് CBR മെത്തേഡ് ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് കേസിൽ ഈ പറയുന്ന ആൻസർ എന്താണ് ബോത്ത് അല്ലെ, രണ്ട് സാധനം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7, ഇതിനി അടുത്ത ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മീൻ ടെമ്പറേച്ചർ, എന്താണ് മീൻ ഓഫ് ദ മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ ഈസ് 47.54 ഡിഗ്രി സെൽഷ്യസ്. Mean of average daily temperature is 25.25 for the hottest month of the year. What is the airport reference temperature? സോ നമ്മൾ യൂഷ്വലി എന്താണ് ആ ഒരു എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചറിന്റെ കേസ് അല്ലെ, നമുക്ക് എന്താണ് ആ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പറയുന്നത് TA പ്ലസ് 1/3 ഇൻറ്റു TM മൈനസ് TA അല്ലെ. അതിൽ TA എന്താണ്, ഇറ്റ് ഈസ് ദ മീൻ ഓഫ് ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ ഓഫ് ഹോട്ടസ്റ്റ് മന്ത് അല്ലെ. ആ ഹോട്ടസ്റ്റ് മന്ത് ഏതാണോ അതിന്റെ ഡെയിലി എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു മീൻ അല്ലെ, ഹോട്ടസ്റ്റ് മന്ത്. അതുപോലെ TM എന്താണ്, TM എന്ന് പറയുന്നത് മാക്സിമം എന്താണ് മീൻ ഓഫ് മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ ഓഫ് സെയിം മന്ത്. അതായത് അല്ലെ നമുക്കറിയുന്നതാണ്, നമ്മൾ വാർത്തയിലൊക്കെ കാണുന്ന കാര്യമാണ്. ഇന്നത്തെ കൂടിയ താപനില ഇത്രയാണ്, കുറഞ്ഞ താപനില ഇത്രയാണെന്നൊക്കെ നമ്മൾ ന്യൂസിൽ വെതർ ന്യൂസിൽ അതൊക്കെ കാണാറുണ്ട് അല്ലെ. സോ അതുകൊണ്ട് എന്താണ് TM എന്താണ് ആ മാക്സിമം ടെമ്പറേച്ചേഴ്സ് അല്ലെ, ഓരോ ദിവസത്തെയും മാക്സിമം ടെമ്പറേച്ചേഴ്സിന്റെ ആ ഒരു മന്തിലുള്ള ആ മാക്സിമം ടെമ്പറേച്ചേഴ്സിന്റെ ആവറേജ് ആണ് TM. അതേപോലെ TA എന്താണ് ആ ഒരു മീൻ ആവറേജ് ടെമ്പറേച്ചേഴ്സിന്റെ ആ ഒരു മന്തിൽ സേ ഒരു 25 ആണ് ഫസ്റ്റ് ഡേ, 26 ആണ് സെക്കൻഡ് ഡേ അല്ലെ. സോ അങ്ങനെ ആ ഒരു 30 ദിവസം ഉണ്ടെങ്കിൽ ആ 30 ദിവസത്തുള്ള ആവറേജ് ടെമ്പറേച്ചേഴ്സിന്റെ മീൻ ആണ് TA എന്ന് പറയുന്നത്. സോ M എന്താണ് മാക്സിമം അല്ലെ, 40, 41, 39 അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ മാക്സിമം ടെമ്പറേച്ചേഴ്സിന്റെ ആവറേജ് ആണ് TM എന്ന് പറഞ്ഞത്. സോ അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി വാല്യൂസ് നമുക്ക് എന്താണ് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. TA എത്രയാണ്, മീൻ ഓഫ് ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ എത്രയാണ്, 25.25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ TM എത്രയാണ്, 47.54 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെ, നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു വാല്യൂ എത്രയായിരിക്കും. സോ നമുക്ക് ഇവിടെ എന്താണ് ART. സോ ART ഈസ് ഈക്വൽ ടു TA എത്രയാണ് 25.25 പ്ലസ് 1/3 ഇൻറ്റു TM എത്രയാണ് 47.54 ആണ് മൈനസ് 25.25 അല്ലെ. സോ ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ അകത്ത് എന്താണ് ഇസ് ഈക്വൽ ടു 25.25 പ്ലസ് 1/3 ഇൻറ്റു 47.54 മൈനസ് 25 22 ആയി 22.29 അല്ലെ. സോ 22.29 ആണ്
ഇനി എന്താണ്, സോ ദിസ് ഈസ് ഈക്വൽ ടു 25.25 പ്ലസ് 1/2 ഇൻറ്റു 22 അല്ലെ, 7 പോയിന്റ് സംതിങ് വരും അല്ലെ. സോ 25 പ്ലസ് 7 32ന്റെ അടുത്ത് വരും അല്ലെ. സോ അതുകൊണ്ട് എന്താണ് ഈ ഒരു ആൻസർ, നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, 32.68. സോ അതാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ആൻസർ, ഓപ്ഷൻ ഡി ആണല്ലേ. സോ ഇത് എത്രയാണ്, 7.4ന്റെ അടുത്തുള്ള ആൻസർ കിട്ടും അല്ലെ, 7.4 സംതിങ് പറഞ്ഞ ആൻസർ കിട്ടും. സോ അതുകൊണ്ട് നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ 32.68 ആണ്. സോ അത് ഓർത്ത് വെക്കുക. എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചറിന്റെ ആ ഒരു ഇക്വേഷൻ എന്താണ്, നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് ആ ഒരു TA പ്ലസ് 1/3 ഇൻറ്റു TM മൈനസ് TA അല്ലെ. സോ അതാണ് നമ്മൾ പറയുന്ന ആ ഒരു കേസ് അതാണ്. സോ ആ ഒരു എന്താണ് ആ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ്, നമ്മൾ അതിനോട് തന്നെ ഒരു എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പറയാറില്ല. അത് യൂഷ്വലി എന്താണ്, നമ്മൾ ആ ഒരു ബേസിക് റൺവേ ലെങ്ത്തിന്റെ കാൽക്കുലേഷനിൽ പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ അസംഷൻ. അതായത് എല്ലാ എയർപോർട്ടും 15 ഡിഗ്രി സെൽഷ്യസ് ആണ് അസംഷനിലാണ് നമ്മൾ യൂഷ്വലി ആ ഒരു ബേസിക് റൺവേ ലെങ്ത് പറയാറില്ലേ. പക്ഷെ അതെന്താണ്, നമ്മൾ എപ്പോഴും ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. 15 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. പക്ഷെ മീൻ സീ ലെവലിലല്ല നമ്മുടെ എയർപോർട്ട് ഉണ്ടാവാറ്, ചിലപ്പോൾ കുറച്ച് ഹൈറ്റിൽ അല്ലെ, ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിലാണ് ഉണ്ടാവുന്നത്. സോ ആ കേസിൽ നമ്മൾ എന്താണ് 15 മൈനസ് എന്താണ് നമ്മൾ യൂഷ്വലി പറയുന്ന ആ ഒരു വാല്യൂ അല്ലെ, 0.0065 ഇൻറ്റു എലിവേഷൻ അല്ലെ. ആ എലിവേഷന്റെ വാല്യൂ അത് 300 ആണെങ്കിൽ എന്താണ് ആ 0.0065 ഇൻറ്റു 300 വരും അല്ലെ. അതായത് ഏകദേശം 1 പോയിന്റ് സംതിങ് എന്ന് പറയുന്ന ഒരു വാല്യൂ വരും അല്ലെ. സോ ആ രീതിയിലാണ് നമ്മൾ യൂഷ്വലി ആ ഒരു എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ പോലെ ചിലപ്പോൾ എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ചോദിക്കാം. അതായത് നമ്മൾ ബേസിക്കലി ആ ബേസിക് റൺവേ ലെങ്ത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും മീൻ സീ ലെവൽ എന്നുള്ള അസംഷനിലാണ് നമ്മൾ ബേസിക് റൺവേ ലെങ്ത് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന ചേഞ്ച് അല്ലെ, ആ എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഏറ്റവും ഡിഫറെന്റ് എലിവേഷനിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. അതുകഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പറേച്ചർ കറക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ, ഈ ARTയും ഈ ASTയും തമ്മിലുള്ള ഡിഫറൻസിന് ആനുപാതികമായിട്ട് അല്ലെ. സോ അത്രയും പെർസെന്റേജ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ കറക്ഷൻ അല്ലെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. സോ എക്സാമ്പിൾ ആയിട്ട് എന്താണ്, എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ഒരു ART വാല്യൂ ഒരു 30 ഡിഗ്രി വന്നു. അതുപോലെ എന്താണ് എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഒരു 14 ഡിഗ്രി വന്നു അല്ലെ. യൂഷ്വലി താഴെ നിന്ന് മേലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയാ ചെയ്യുന്നത് അല്ലെ. സോ അതുകൊണ്ട് അതൊരു 14 ഡിഗ്രി വരികയാണെങ്കിൽ ഇവിടെ എന്താണ് ART മൈനസ് AST എന്ന് പറയുന്നത്, ART മൈനസ് AST എന്ന് പറയുന്നത് 30 മൈനസ് 14 16 ഡിഗ്രി വരും അല്ലെ. സോ അതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ഡിഗ്രി സെൽഷ്യസിന് 1% ആണ് നമ്മൾ പറയുന്ന റൺവേ കറക്ഷൻ. സോ അതുകൊണ്ട് ഇവിടെ 16 ഡിഗ്രി ആയതുകൊണ്ട് 16% നമ്മൾ അവിടെ എന്താണ് ആ ഒരു റൺവേ കറക്ഷൻ അല്ലെ, ടെമ്പറേച്ചർ കറക്ഷൻ അവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്താണ് ആ ഒരു ടെമ്പറേച്ചർ കറക്ഷനും അതുപോലെ ARTയും അതുപോലെ എന്താണ് എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഒക്കെ പറയുന്നത് അല്ലെ. സോ അത് ഓർത്ത് വെക്കുക. ഈ കൺസെപ്റ്റുകളൊക്കെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ വെഹിക്കിൾ ഈസ് മൂവിങ്, അഗെയിൻ നമ്മൾ പറഞ്ഞ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ആ ഒരു എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. If a vehicle is moving with a speed of 80 km/h, the absolute minimum side distance required if T reaction time is 2.5 seconds and F longitudinal coefficient of friction is 0.36. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ആ ഒരു ഇക്വേഷൻ അറിയാം, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഞാൻ നേരത്തെ എഴുതി കാണിച്ചു അല്ലെ. അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് 0.278 V ഇൻറ്റു T, അത് ലാഗ് ഡിസ്റ്റൻസ് ആയിരുന്നു, പ്ലസ് എന്താണ് V² ബൈ 254 ഇൻറ്റു F, അതാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വന്നത് അല്ലെ. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിന്റെ വാല്യൂ എത്രയാണ്, 80 km/h ആണ്. അതുപോലെ എന്താണ് ടൈം അല്ലെ, ആ റിയാക്ഷൻ ടൈം എന്താണ് 2.5 സെക്കൻഡ് ആണ്. അതുപോലെ എഫിന്റെ വാല്യൂ എന്താണ് 0.36 ആണല്ലേ. സോ അതുകൊണ്ട് ഈ ഒരു സൊല്യൂഷൻ കുറച്ച് അല്ലെ നിങ്ങൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, ആൻസർ കണ്ടുപിടിച്ച് നോക്കുക എത്ര വരുന്നുള്ളത്. അപ്പൊ അതിന് ഈ ഒരു സ്റ്റെപ്പ് അല്ലാണ്ട് നമുക്ക് യൂഷ്വലി ആ സെറ്റ് വാല്യൂസ് ഉണ്ട് അല്ലെ. അതായത് നമുക്ക് എന്താണ് ഡയറക്റ്റ്ലി തന്നെ നമുക്ക് വേണമെങ്കിൽ വാല്യൂ എഴുതാൻ പറ്റും. അതായത് യൂഷ്വലി എന്താണ് ആ സ്പീഡ് 20 km/h ആണെങ്കിൽ സ്പീഡും അതുപോലെ എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ വാല്യൂസ് നിങ്ങൾ ഡയറക്ട്ലി ഒരു സിമ്പിൾ ഒരു 3-4 വാല്യൂസ് ആണ്. അപ്പൊ അത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട ആൻസർ നോക്കും. ഇവിടെ യൂഷ്വലി എന്താണ് അല്ലെ ആ ഒരു വാല്യൂസ് ഒക്കെ വലിയ ഡിഫറൻസിലാണ് ഉള്ളത് അല്ലെ. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു രീതിയിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂസ് ഡയറക്ട്ലി പഠിച്ചു വെച്ചാൽ മതി. സോ 20 ആണ് സ്പീഡെങ്കിൽ യൂഷ്വലി നമ്മൾ പറയുന്ന സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് 20 meters ആണ്, 20 km/h ആണ് സ്പീഡെങ്കിൽ നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സിൽ പറയുന്നത്. അതുപോലെ 40 ആണെങ്കിൽ നമ്മൾ പറയുന്നത് 45 ആണ്, 60 ആണെങ്കിൽ 8 പറയും, അതുപോലെ എന്താണ് 80 ആണെങ്കിൽ 120 meters പറയും, അതുപോലെ 100 ആണെങ്കിൽ 180 meters. സോ ഇൻ കേസ് ക്വസ്റ്റനിൽ നിങ്ങളോട് ചോദിക്കുകയാണ് 90 meters ആണ് നമ്മുടെ ഡിസൈൻ സ്പീഡ്, അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ അല്ലെ. സോ അത് ഇവിടെ എന്താണ് ഏതെങ്കിലും ഒരു ആൻസർ
ഒരു 150 എന്ന് വന്നു വിചാരിക്കാം അല്ലെ. സോ 150 മീറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഇവിടെ എന്താണ് 80 കിലോമീറ്റർ പെർ അവറിന്റെ 120 ആണ്, 100 കിലോമീറ്റർ പെർ അവറിന്റെ 180 ആണ്. സോ ഏകദേശം അതിന്റെ ഇടയിലായിരിക്കും എക്സാക്ട്ലി ഈ പറയുന്ന വാല്യൂസ് അല്ല, ഒരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇപ്പൊ 20ന്റെ കേസ് ആണെങ്കിൽ 22 മീറ്റേഴ്സ് ഒക്കെ വരിക, 18 മീറ്റേഴ്സ് അങ്ങനെയാണ് വരിക അല്ലെ. സോ എന്നാലും നമ്മൾ ആ ഒരു അപ്രോക്സിമേറ്റ് അതിന്റെ അടുത്തോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ്, റൈറ്റ്. സോ അതുകൊണ്ട് ആ ഒരു വാല്യൂസ് അതുപോലെ 100 182 ആണ് വരുന്നത്, എന്നാലും നമ്മൾ അത് 180 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ വാല്യൂസ് കിട്ടുകയാണെങ്കിൽ ആ 30 കിലോമീറ്റർ പെർ 50 കിലോമീറ്റർ പെർ അവർ വന്നാൽ അല്ലെ. സോ അത് ഇതിന്റെ അടുത്ത് ഒരു 60 മീറ്റേഴ്സിന്റെ അടുത്തായിരിക്കും. ആ രീതിയിൽ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. 20 ആകുമ്പോൾ 20 തന്നെയാണ്, 40 ആകുമ്പോൾ 45 ആയി, 60 ആയപ്പോൾ 80 ആയി, 80 ആയപ്പോൾ 120 ആയി, 100 ആയപ്പോൾ 180 ആയി അല്ലെ. സോ അതുകൊണ്ട് അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂസ് തന്നാൽ ഈ എഫ് വാല്യൂസിലൊക്കെ മാറ്റം വരും. അതുപോലെ എന്താണ് അല്ലെ, എഫ് വാല്യൂസ് ഒക്കെ മാറിയാൽ യൂഷ്വലി അത്ര വലിയൊരു ചേഞ്ച് ഒന്നും അവിടെ വരുന്നുണ്ടാവില്ല, ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുന്നുണ്ടാവുള്ളൂ. സോ എന്നാലും ആ ഒരു അല്ലെ. അതേസമയം ഈ ക്വസ്റ്റനിൽ 125 മീറ്റർ, 122 മീറ്റർ, 118 മീറ്റർ എന്നൊക്കെ വന്നു. അങ്ങനെ അടുത്തടുത്ത വാല്യൂസ് നമ്മൾ ചെയ്തു നോക്കാം. അതായത് ഇത്ര അല്ലെ, ഈ ഒരു വലിയ ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ ആ ഒരു വലിയ ഗ്യാപ്പ് വന്നാൽ ഒന്നും നോക്കാണ്ട് നമുക്ക് ആ ഒരു എന്താണ് സെറ്റ് വാല്യൂസിന്റെ അകത്തുള്ള ആൻസർ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. സോ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ നമ്മൾ പറയുന്ന പോലെ അല്ലെ. സോ നമ്മൾ യൂഷ്വലി എന്താണ് ഈ പറഞ്ഞ എന്താണ് എഫ് വാല്യൂ ഒക്കെ 0.36 അല്ലെ, ആ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂസിന്റെ കേസിൽ നമുക്ക് 120ന്റെ അടുത്ത് വരും. സോ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് അതിനടുത്തേക്കുന്ന ആൻസർ 125 മീറ്റേഴ്സ് ആണ്, റൈറ്റ്. സോ അതുകൊണ്ട് ആ വാല്യൂ ആണ് നമ്മളിപ്പോൾ തൽക്കാലം ഇതിനകത്ത് ചൂസ് ചെയ്യുന്നത്. അതിന്റെ അടുത്ത് എക്സാക്ട്ലി ഞാൻ പറഞ്ഞ എന്താണ് ആ ഒരു 124 അല്ലെങ്കിൽ 125ന്റെ അടുത്ത് തന്നെ ഒരു ആൻസർ ഉണ്ടാവുക അല്ലെ. സോ അതുകൊണ്ട് 120ന്റെ അടുത്താണ്. സോ അതുകൊണ്ട് നമ്മൾ ആ ഓപ്ഷൻ ബി കുത്തിയാൽ വേറെ നോക്കേണ്ട ആവശ്യമില്ല. സോ മിനിമം സൈഡ് ഡിസ്റ്റൻസ് ആ ഒരു ടേബിൾ പറ്റുമെങ്കിൽ അതൊന്ന് പഠിച്ചു നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും സമയം മെനക്കണം. ഇത്രയും വലിയൊരു ഇക്വേഷന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്ത് അല്ലെ, ആ ഒരു കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് വരുമ്പം അത്യാവശ്യം സമയോടെ പോകും. സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ അത് നോക്കി വെച്ചാൽ മതി. അതാണ്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എന്താണ് ഇനി അങ്ങോട്ടേക്ക് ഒരു 3-4 എന്താണ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, പിന്നെ ഒരു ഇടയിൽ ഒരു റെയിൽവെന്റ് ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. സോ എന്താണ് പെർസെന്റേജ് ഓഫ് വോയിഡ്സ് ഇൻ എ സാമ്പിൾ ഓഫ് അഗ്രിഗേറ്റ് വിച്ച് ഇസ് കോമ്പാക്റ്റഡ് ഇൻ എ സ്റ്റാൻഡേർഡ് മാനർ ഈസ് നോൺ ആസ് അല്ലെ. സോ അവിടെ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെ, ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ ഓട്ടയ്ക്ക് വിട്ട്. ഓക്കെ, സോ എന്താണ് നമ്മൾ യൂഷ്വലി പറയുന്നത് അല്ലെ, ആ ഒരു എന്താണ് ഇൻഡെക്സ് നമ്പർ ആണോ, ആംഗുലാരിറ്റി നമ്പർ ആണോ, ഷേപ്പ് നമ്പർ ആണോ, അല്ലെങ്കിൽ എന്താണ് യൂണിഫോമിറ്റി നമ്പർ ആണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമ്മൾ യൂഷ്വലി പറയുന്ന കേസിൽ ഈ ആംഗുലാരിറ്റി നമ്പർ ആണ് അല്ലെ. സോ ആംഗുലാരിറ്റി നമ്പറിന്റെ കേസിലാണ് നമ്മൾ പറയുന്ന ആ ഒരു സാധനം, അതായത് എന്താണ് ആ ഒരു ഇക്വേഷൻ 67 - 100 × WG അങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ. അത് 67 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ അത് ബേസിക്കലി എന്താണ്, നമ്മള് ഒരു സ്പിയേഴ്സ് നമ്മൾ എന്താണ് ആ ഒരു സ്പിയർ അല്ലെ, അതായത് ആ ഒരു സ്പിയർ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ക്യൂബിക്കൽ സ്പേസിൽ സ്പിയർ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ വരുന്ന പാർട്ടിക്കൽ കണ്ടന്റ് ആണ് ആ 60%. ബാക്കി 33% വോയിഡ് ആയിരിക്കും പറയുന്നത്. കംപ്ലീറ്റ്ലി സ്പിയർ ആയിട്ടുള്ള അഗ്രിഗേറ്റോ അല്ലെങ്കിൽ ബോൾസോ വെച്ചിട്ട് ഒരു ക്യൂബിക്കൽ സ്പേസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കേസാണ് ഈ പറയുന്ന സാധനം അല്ലെ. 67% മാറ്റർ കണ്ടന്റും അതുപോലെ 33% വോയിഡ്സും ആണെന്നാണ് പറയുന്നത് അല്ലെ. സോ അതിൽ നിന്നുള്ള വേരിയേഷൻ, അതിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ് ബേസിക്കലി നമ്മളവിടെ കാണുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു എന്താണ് സാമ്പിള് ഫില്ല് ചെയ്യുന്നതിൽ നിന്ന് എത്രത്തോളം വേരിയേഷൻ ആണ് നമ്മളവിടെ എന്താണ് ആ ഒരു വോയിഡ് സ്പേസിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കൽ കണ്ടന്റിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ ബേസിക്കലി ആ ഒരു ആംഗുലാരിറ്റി നമ്പറിന്റെ ആ ഒരു ടെസ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് അല്ലെ. സോ അതാണ് നമ്മൾ പറയുന്ന ആ ഒരു ടെസ്റ്റ്. അതെന്താണ് 0 to 11 വരെയാണ് വാല്യൂസ് അല്ലെ. സോ അതൊക്കെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ആ ഒരു ആംഗുലാരിറ്റി നമ്പറിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ അല്ലെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, പെർസെന്റേജ് ബൈ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് ഹൂസ് തിക്നെസ് ഈസ് ലെസ് ദാൻ 3/5 ഓഫ് ദിയർ മീൻ ഡയമെൻഷൻ. അപ്പൊ നമ്മൾ പറയുന്ന ഷേപ്പ് ടെസ്റ്റിന്റെ കേസാണ് അല്ലെ. സോ ഷേപ്പ് ടെസ്റ്റിന്റെ കേസിൽ നമ്മൾ പറയുന്നത് എന്താണ്, ആ ഒരു എന്താണ് 2 ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. ഒന്ന് എന്താണ് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ആണ്, മറ്റേ എന്താണ് ഇലോങ്കേഷൻ ഇൻഡെക്സ് ആണ് അല്ലെ. സോ ഇലോങ്കേഷൻ എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടുന്നത്, അതുപോലെ ഫ്ലേക്ക് എന്ന് പറഞ്ഞാൽ അല്ലെ ആ ഒരു അടിച്ച് ആ ഒരു സെറ്റപ്പ് ആണ് അല്ലെ. സോ എന്താണ് ആ ഒരു ഫ്ലേക്കിനെസ് ഇൻഡെക്സിന്റെ കേസിലാണ് നമ്മൾ ഈ പറയുന്നതാണ് 3/5 ഓഫ് അല്ലെങ്കിൽ എന്താണ് 0.6 ടൈംസ് ഓഫ് മീൻ ഡയമെൻഷൻ. 0.6 ടൈംസ് ഓഫ് മീൻ ഡയമെൻഷനേക്കാളും ചെറുതാണെങ്കിൽ അല്ലെ ആ ഒരു എന്താണ് ലീസ്റ്റ് ഡയമെൻഷൻ ലെസ് ദാൻ എന്താണ് ഈ പറഞ്ഞ അല്ലെ ആ ഒരു ലീസ്റ്റ് ഡയമെൻഷൻ നമ്മുടെ മീൻ ഡയമെൻഷനേക്കാളും 0.6 ടൈംസ് ചെറുതാണെങ്കിലാണ് നമ്മൾ ഈ പറയുന്നതാണ് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ലാർജസ്റ്റ് ഡയമെൻഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ലാർജസ്റ്റ് ഡയമെൻഷൻ ഗ്രേറ്റർ ദാൻ
എന്താണ് 1.8 ടൈംസ് ഓഫ് മീൻ അല്ലെ, മീനാണ് മീൻ ഡയമെൻഷൻ, അതും കൂടി അവിടെ വേണം. ഓഫ് മീൻ ഡയമെൻഷൻ ആണെങ്കിൽ അല്ലെ, സോ മീൻ ഡയമെൻഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ എന്താണ്, അതിനെ നമ്മൾ ഇലോങ്കേറ്റഡ് അഗ്രീഡ് എന്ന് പറയല്ലേ. സോ അത് ഇലോങ്കേഷൻ ഇൻഡെക്സ് ആണ്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. സോ 1.8 അല്ലെങ്കിൽ എന്താണ് യൂഷ്വലി അല്ലെ ഒരു 9/5 എന്ന് പറയുന്ന റേഷ്യോയിൽ കാണാറുണ്ട്. സോ ആ ഒരു വാല്യൂ ഓർത്ത് വെക്കുക. സോ 0.6 ടൈംസ് അല്ലെങ്കിൽ 3/5 ടൈംസ് അത് എന്താണ് ആ ഒരു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഫ്ലേക്കിനെസിനെയാണ്. അതുപോലെ 1.8 ടൈംസ് ആണെങ്കിൽ അത് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇലോങ്കേഷൻ ഇൻഡെക്സ് അല്ലെ. സോ ആ ഒരു കേസ് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സ്ലീപ്പർ ഡെൻസിറ്റി അല്ലെ, റെയിൽവേ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ലീപ്പർ ഡെൻസിറ്റി ഈസ് n+4 ഫോർ എ ബ്രോഡ് ഗേജ് റെയിൽവേ ട്രാക്ക്. വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് റിക്വയർഡ് ഫോർ 1 kilometer ഓഫ് റെയിൽവേ ട്രാക്ക് ഇഫ് ദ ലെങ്ത് ഓഫ് വൺ റെയിൽ ഫോർ എ ബ്രോഡ് ഗേജ് ഈസ് 13 meter അല്ലെ. സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് വൺ റെയിൽ ഫോർ ബ്രോഡ് ഗേജ് 13 meter, 12.8 meters ആണ് നമ്മൾ പറയുന്നത്. അത് എന്താണ് നമ്മൾ അല്ലെ പ്രോബ്ലം പേർപ്പസിന് 13 meters ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ അത് എക്സാക്ട്ലി മെൻഷൻ ചെയ്തുകൊണ്ട് വേറെ സംശയമൊന്നുമില്ല അല്ലെ. സോ ലെങ്ത് ഓഫ് റെയിൽ എത്രയാണ്, 13 meters ആണ്. ഇനി സ്ലീപ്പർ ഡെൻസിറ്റി എന്താണ്, n+4 ആണ് സ്ലീപ്പർ ഡെൻസിറ്റി അല്ലെ. സോ നമുക്കറിയാം എന്താണ് സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു അല്ലെ ഒരു റെയിൽ ലെങ്ത്തിൽ എത്ര സ്ലീപ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു സ്ലീപ്പർ ഡെൻസിറ്റി കൊണ്ട് കാണിക്കുന്നത്. അതിൽ n+4 അല്ലെ, n+4 ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ പറയുന്ന ആ ഒരു അല്ലെ ലെങ്ത് ഓഫ് റെയില് അല്ലെ, ആ ഒരു ലെങ്ത് ഓഫ് റെയില് ഇപ്പൊ 13 ആണെങ്കിൽ അല്ലെ, ആ ഒരു എന്താണ് 13+4 ആണ് നമ്മൾ പറയുന്ന ആ ഒരു വാല്യൂ. അതായത് ഒരു റെയിൽ ലെങ്ത്തിൽ എന്താണ് ഈ പറയുന്ന 13+4 നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് ഈ ഒരു കേസിൽ എന്താണ് നമുക്ക് ആൻസർ വരിക. സോ അതായത് ഒരു റെയിൽ ലെങ്ത് അല്ലെങ്കിൽ എന്താണ് 13 മീറ്റേഴ്സില് അല്ലെ 17 സ്ലീപ്പേഴ്സ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റിന്റെ ഭാഗമായിട്ട് എന്താണ് 17 സ്ലീപ്പേഴ്സ് ആണ് അവിടെ ഉള്ളത് അല്ലെ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് റിക്വയർഡ് ഫോർ 1 kilometer അല്ലെ. സോ അതുകൊണ്ട് 13 മീറ്റേഴ്സിന്റെ കേസിൽ ഇത് സിമ്പിൾ അല്ലേ, ഒരു 5 പെന്നിന്റെ പൈസ 50 രൂപയാണെങ്കിൽ 10 പെന്നിന്റെ പൈസ എത്രയുള്ള ആ ഒരു സെയിം നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ഒരു കാൽക്കുലേഷൻ. സോ ജസ്റ്റ് ഈ സ്ലീപ്പർ ഡെൻസിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ മാത്രം പഠിച്ചാൽ മതി. വേറെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി എന്താണ് നമ്മൾ ജസ്റ്റ് ആ ഒരു കാൽക്കുലേഷനിലേക്ക് പോവാം. സോ ഇവിടെ എന്താണ് 13 മീറ്റേഴ്സിന് 17 സ്ലീപ്പേഴ്സ് ആകുമ്പോൾ 1 മീറ്ററിന് എന്താണ് ഓട്ടോമാറ്റിക്കലി 17/13 സ്ലീപ്പേഴ്സ് വരും അല്ലെ. സോ അതുപോലെ എന്താണ് 1 സ്ലീപ്പേഴ്സ് വരും. അത് 1 മീറ്ററിന്റെ കേസ്. സോ 1 മീറ്ററിന് 17/13 സ്ലീപ്പർ ആണെങ്കിൽ 1000 മീറ്റർ അല്ലെ, അതായത് 1 കിലോമീറ്ററിന് എന്താണ് ദിസ് ഇൻടു 1000 സ്ലീപ്പേഴ്സ് ആണ് ആൻസർ കിട്ടുക അല്ലെ. സോ 17/13 എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ആൻസർ ചെയ്ത് നോക്കുക. 1 13 4 ആകുമ്പോൾ 1.3 അല്ലെ 1.307 ഒരു അല്ല ഓക്കെ ആൻസർ ഇതാണ് അല്ലെ 1.308 ഇൻടു 1000 കിട്ടും. അത് എത്രയാണ് 1308 അല്ലെ. 1308 സ്ലീപ്പേഴ്സ് ആണ് എന്താണ് ആ ഒരു 1 കിലോമീറ്റർ ലെങ്ത്തിൽ അല്ലെ. അത്രയും സ്ലീപ്പേഴ്സ് ആണ് എന്താണ് നമുക്ക് ആ ഒരു 1 കിലോമീറ്റർ ലെങ്ത്തിൽ ആവശ്യമായിട്ടുള്ളത് അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. സ്ലീപ്പർ ഡെൻസിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു സാധനമാണ്. സോ അതുകൊണ്ട് അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ എന്താണ് ആ ജസ്റ്റ് സ്ലീപ്പർ ഡെൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് ഒരു സ്ലീപ്പർ ലെങ്ത്തിന് എത്ര സ്ലീപ്പേഴ്സ് ആവശ്യമാണെന്ന് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല അല്ലെ, ജസ്റ്റ് ആ ഒരു കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. 1 മീറ്ററിൽ എത്രയാണ്, ഒരു എന്താണ് 1000 മീറ്ററിന് എത്രയാണ് അല്ലെ. സോ ആ ഒരു അക്കോർഡിംഗ് ടു ദ ഗിവൺ ലെങ്ത് ഓഫ് റെയിൽ, അത് 1 കിലോമീറ്റർ ആവണമെന്നില്ല, ചിലപ്പോൾ ഒരു 100 മീറ്റർ ആവാം, അല്ലെങ്കിൽ 500 മീറ്ററിന് എത്ര സ്ലീപ്പേഴ്സ് വേണമെന്നാവും. സോ അതിന് കണക്കായിട്ട് നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസയർ ലൈൻസ് ഇൻ ട്രാഫിക് സർവീസ് പ്ലോട്ടഡ് ബേസ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ അല്ലെ. ഡിസയർ ലൈൻസ് ആണ്. സോ ഡിസയർ ലൈൻസിന്റെ കേസ് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി ആണ് അല്ലെ. സോ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി ആണ് എന്താണ് നമ്മൾ യൂഷ്വലി ആ ഒരു എന്താണ് ഡിഫറെന്റ് ലൊക്കാലിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡി നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പ് അല്ലെ, അവിടുന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന ട്രിപ്പിന്റെ ഒക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ആ ലൈൻസ് അല്ലെ, ആ ഒരു ഡിഫറെന്റ് സെക്ടേഴ്സിലേക്ക് ആ ലൈൻസ് വരക്കുന്നു. ആ ലൈൻസിന്റെ തിക്നെസ് ഒക്കെ നോക്കിയിട്ടാണ് അല്ലെ എങ്ങോട്ടേക്കാണ് കൂടുതൽ ട്രിപ്പ് ജനറേറ്റ് ചെയ്യുക, എങ്ങോട്ടേക്കുള്ള ഫെസിലിറ്റീസ് ആണ് നമ്മൾ കൂടുതൽ എൻഹാൻസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ബേസിക്കലി തരുന്ന ആ ഒരു സാധനമാണ് ഡിസയർ ലൈൻ അല്ലെ. സോ അതുകൊണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, ഈ പറയുന്ന ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീന്റെ ഭാഗമായിട്ടാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഡിഫൈൻഡ് പാത്ത് ഫിക്സ്ഡ് ഓൺ, അഗൈൻ ഒരു എയർപോർട്ട് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡിഫൈൻഡ് പാത്ത് ഫിക്സ്ഡ് ഓൺ എൻ എയറോഡ്രോം എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ എയർക്രാഫ്റ്റ് ടു ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു ദ അതർ അല്ലെ. സോ എയർക്രാഫ്റ്റിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഡെസിഗ്നേറ്റഡ് പാത്ത്. സോ എന്താണ് റൺവേസ് ഉണ്ട് അല്ലെ, റൺവേസിൽ നിന്ന് നമ്മൾ എന്താണ് ഏപ്രൺസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എയറോഡ്രോംസിൽ
എന്താണ് ആ എയർക്രാഫ്റ്റ് അല്ലെ, എയർക്രാഫ്റ്റിന് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അലൗ ചെയ്യുന്ന ആ ഡെസിഗ്നേറ്റഡ് പാത്ത് അല്ലെ. സോ അവിടെ ടാക്സി വേസ് ആണ് അല്ലെ. സോ അവിടെ ടാക്സി വേസ് ആണ്. അതുപോലെ എന്താണ് നമ്മൾ ആ ഒരു ഡിഫറെന്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പാത്ത് വേസിന് പറയുന്ന പേരാണ് ടാക്സി വേസ് അല്ലെ. സോ അതുകൊണ്ട് എന്താണ് നമ്മൾ പറയുന്ന ഓപ്ഷൻ ഡിഫൈൻഡ് പാത്ത് ഫിക്സ്ഡ് ഓൺ എയറോഡ്രോം ഫോർ എയർക്രാഫ്റ്റ് ടു ട്രാവൽ ഫ്രം വൺ പ്ലേസ്. ആ ടാക്സി വേസിലേക്ക് കൂടിയാണ് നമ്മൾ പറയുന്ന എയർക്രാഫ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത്. എക്സാമ്പിൾ, ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്താണ്, റൺവേയിൽ നിന്ന് ഏപ്രിൻസിലേക്ക് പോകുന്നത് അല്ലെ. സോ അതെന്താണ്, അത് ടാക്സി വേസ് ആണ്. സോ അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ആവശ്യമില്ല. ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൂ ഗേവ് ദ കൺസെപ്റ്റ് ഓഫ് ഗാർഡൻ സിറ്റി വിത്ത് 3 magnets, namely ടൗൺ മാഗ്നറ്റ്, കൺട്രി മാഗ്നറ്റ്, തേർഡ് മാഗ്നറ്റ് വിത്ത് അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ടൗൺ ആൻഡ് കൺട്രി അല്ലെ. സോ അത് നമ്മൾ പറയുന്നത് ആ ഒരു ഗാർഡൻ സിറ്റി കൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ്, ഈ പറയുന്ന എബനീസർ ഹോവാർഡ് തന്നെയാണ്. അയാളാണ് ഈ പറയുന്ന ഗാർഡൻ സിറ്റി. സോ ആ ഗാർഡൻ സിറ്റി കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതുപോലെ ആരാണ് ഈ പാട്രിക് ഗിഡ്ഡസ് എന്ന് പറഞ്ഞ ആളാണ് ഗിഡ്ഡീസിയൻ എന്നാണ്, ഗിഡിയൻ ട്രയാഡ്സ്. സോ ഗിഡിയൻ ട്രയാഡ്സ് എന്ന കൺസെപ്റ്റ് ആണ് അയാളുടേതായിട്ട് ഉണ്ടായിരുന്നത്. അത് ബേസിക്കലി എന്താണ്, വർക്ക്, അതുപോലെ എന്താണ് പീപ്പിള്, അതുപോലെ പ്ലേസ്, ഈ മൂന്നും തമ്മിലുള്ള ഒരു എന്താണ് ഒരു റിലേഷൻ അവിടെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ആ ഒരു ഗിഡിയൻ ട്രയാഡ്സ് അല്ലെ, അതിന്റെ ബേസിലാണ് അയാളുടെ ഒരു അർബൻ പ്ലാനിങ് കൺസെപ്റ്റ്സ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഈ ക്ലാരൻസ് സ്റ്റെയിൻ എന്ന് പറയുന്നത് അയാൾ സസ്റ്റൈനബിൾ ഹൗസിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണ്. അതുപോലെ ലീ കൊർബ്യൂസിയർ അല്ലെ, അത് നമ്മൾ ചണ്ഡീഗഡിന്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലെ, അയാൾ എന്താണ് പ്ലാൻഡ് സിറ്റി കൺസെപ്റ്റ്. സോ പ്ലാൻഡ് സിറ്റി കൺസെപ്റ്റിന്റെ ഒരാളാണ്. പ്ലാൻഡ് സിറ്റി എന്താണ് ഹൈ ഡെൻസിറ്റി അർബൻ സ്പേസസ്. അത് ബേസിക്കലി നമ്മൾ ഒരു സെൻട്രലി എന്താണ് നമ്മുടെ ആ ഒരു എൻറ്റയർ എന്താണ് ആ പ്ലാനിങ്ങിന്റെ ആയിട്ട് ആ സെൻട്രലി എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ കൂടുതൽ എന്താണ് എംഫസിസ് എടുത്തിട്ട് അവിടെയാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട രീതിയിലാണ് ഈ പറയുന്ന ലീ കൊർബ്യൂസിയർ. അതുപോലെ തന്നെ ഓപ്പൺ സ്പേസസിന്റെ കേസ് ആള് പറയുന്നുണ്ട് അല്ലെ, ഓപ്പൺ സ്പേസസ് വേണം, റിക്രിയേഷണൽ ആവശ്യങ്ങൾക്ക് ഓപ്പൺ സ്പേസ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. സോ ആ ഒരു രീതിയിൽ എക്സാമ്പിൾ ചണ്ഡീഗഡിന്റെ കേസ്, ചണ്ഡീഗഡ് ബേസിക്കലി ആ ഒരു എന്താണ് ആ സിറ്റി ഡിസൈൻ ചെയ്ത ലീ കൊർബ്യൂസിയർ ആണ്. സോ അതുകൊണ്ട് അതൊക്കെ ഓർത്ത് വെക്കുക. സോ മെയിൻലി ഇതാണ് നമ്മളല്ലേ ആ മെയിൻ കൺസെപ്റ്റുകൾ നമ്മൾ പറയുന്നത് ഇതൊക്കെയാണ്. സോ ഇതിന്റെ ആൻസർ, ഗാർഡൻ സിറ്റിന്റെ ആൻസർ ആരാണ്, സി എന്താണ് നമ്മൾ പറഞ്ഞ എ അല്ലെ, സർ എബനീസർ ഹോവാർഡ് ആണ് യൂഷ്വലി എന്താണ് നമ്മൾ ആ ഒരു ഗാർഡൻ സിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. നമുക്ക് അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, ഏകദേശം ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. സോ അത്ര വലിയ കോംപ്ലക്സ് ഒന്നുമില്ല. നമുക്ക് ആ ട്രാൻസ്പോർട്ടേഷൻ്റെ അകത്ത് എന്താണ് 10 മാർക്ക് നമുക്ക് വാങ്ങിച്ചെടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഒരുപാട് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ LSTD പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ സിവിൽ ബാച്ചസ് അത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ട്. ഓൺലൈൻ ബാച്ച് ആണെങ്കിൽ 13,000 ആണ് പ്രൈസ്. അതുപോലെ എന്താണ് ഓഫ്ലൈൻ ബാച്ചിന് 25,000 ആണ്. ഇനി ഓവർസിയർ ബാച്ചസിന് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ അതിന്റെ ഓൺലൈൻ ബാച്ചസിന്റെ പ്രൈസ് 4,000 ആണ്, 3,999 ആണ്. അതുപോലെ എന്താണ് ആ ഒരു ഓവർസിയർ ഓഫ്ലൈൻ ബാച്ചിന് 10,000 ആണ്. സോ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഒരുപാട് ബാച്ചസ് ഇനിയും നമ്മൾ എന്താണ് നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട്. അപ്പം തൽക്കാലം ഞാൻ ഈ ഡിസ്കഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പം നിങ്ങൾ എല്ലാവരും കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലേ ഒരു ഉഷാറായിട്ട് ഒരു റാങ്കൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെന്റ് ജോലിയിൽ കയറണം അല്ലേ. സോ എല്ലാവർക്കും താങ്ക് യു, ബൈ.